വളരെ ടേസ്റ്റി ആയിട്ടുള്ള ട്യൂണ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ആഡ് ചെയ്തു. എരിയാക്കി ആവശ്യമുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഞാനൊരു 3-4 ഇട്ടിട്ടുണ്ട്. അത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, ഇത് ഒരെണ്ണമാണ്, ഒരു ഉള്ളിയാണ്, അതരിഞ്ഞ് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ കരിയാപ്പില 2 തണ്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് വഴറ്റി അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റാം. അതിലേക്ക് പൊട്ടറ്റോസ് 2 ചെറിയ പൊട്ടറ്റോ ആയിരുന്നു എടുത്തത്, അത് പുഴുങ്ങി പൊടിച്ചത് ഇതിലിട്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് വെള്ളമയം എല്ലാം ഒന്ന് കളയണം. അതിൽ 2-3 മിനിറ്റ് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തു. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടണം. ഗരം മസാല ഇട്ടു 1/2 ടീസ്പൂൺ. എന്നിട്ട് അത് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി പച്ചമണമൊക്കെ മാറാം. ഇതിലോട്ട് ട്യൂണ ക്യാനിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് കണ്ട് ഈ ക്യാനാണ് ഞാൻ വാങ്ങിച്ചത്. അത്ര 2 എടുത്തായിരുന്നു. 240 ഗ്രാം ഉണ്ടത്. അതാണ് എടുത്തത്. നിങ്ങൾക്കാണെങ്കിൽ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. എടുത്ത് വേവിച്ച് മുള്ളുകളാണെങ്കിൽ മുള്ള് കളഞ്ഞ് എടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തു. ആവശ്യത്തിന് പിന്നെയും കുറച്ചുകൂടെ വേണമായിരുന്നു, അതും ഇട്ടു. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് വെള്ളമായി എല്ലാം മാറ്റി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിയില ആഡ് ചെയ്ത് അരിഞ്ഞതിട്ടു. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണേൽ ഇട്ടാൽ മതി. എന്നിട്ട് ചെറിയ ചൂടാറിയപ്പോഴത്തേന് എല്ലാം നന്നായിട്ട് ഒന്നുകൂടെ കൈകൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇനി പൊട്ടറ്റോ വല്ലതും ഉടയാനുണ്ടെങ്കിൽ എന്നിട്ടത് ആവശ്യമുള്ള വലിപ്പമുള്ള ബോൾസ് ആക്കി എടുത്ത് വെച്ചു. ഈ ഷേപ്പ് ചെയ്ത ബോൾസൊക്കെ നമുക്കിനി ബ്രെഡ് ക്രംസിൻ്റെ അകത്തും മുട്ട അടിച്ചത് 1 മുട്ട എടുത്തിട്ടുള്ളത്, അത് ബീറ്റ് ചെയ്ത് അതിലും കൂടെ മുക്കി എണ്ണയിൽ വറുത്തെടുക്കാം. ഞാൻ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യുന്നത് സ്പൂണിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിൽ കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം ഫ്ലാറ്റായിട്ട്. ഞാൻ പക്ഷേ ഇങ്ങനെ ഓവൽ ഷേപ്പിൽ എടുക്കുമായിരുന്നു. മുട്ടയിലിട്ടു മുക്കി. ഇതെല്ലാവരും കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ. എന്നിട്ട് ബ്രെഡ് ക്രംസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് റവ എടുത്താൽ മതി. റവ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ക്രിസ്പി ആവും. എന്നിട്ടിത് അതിൽ മുക്കിയിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യണം. അപ്പം അത് ഇച്ചിരി ബ്രെഡ് ക്രംസ് അകത്തോട്ട് കയറും. അപ്പോൾ ഇച്ചിരി കൂടെ നല്ല മുരിഞ്ഞ് കിട്ടും. എല്ലാം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ പാത്രം വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഓരോ കട്ട്ലറ്റും ഇട്ട് വറുത്ത് ഊരിയെടുക്കാം. ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് ബാക്കി എപ്പോഴും ഫ്രീസ് ചെയ്യത്തുള്ളൂ. ഫ്രീസറിൽ നിന്ന് പിന്നെ എടുത്ത് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. തിരിച്ചും മറിച്ചും ഇട്ട് അത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ കട്ട്ലറ്റ്സ് എല്ലാം റെഡിയായി കഴിഞ്ഞു. കാണാമല്ലോ, നല്ല ക്രിസ്പിയാണിത്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുകയും കൂടി ചെയ്യുന്ന ഈ ഫിഷിൻ്റെ കട്ട്ലറ്റ് എന്ന് പറയുന്നത്. ബീഫ് പോലെ അത്ര സമയമൊന്നും വേണ്ട, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റിയുമാണ്. ഇത് നിങ്ങൾക്ക് കെച്ചപ്പോ അല്ലെങ്കിൽ സ്വീറ്റ് ആൻഡ് സവർ സോസൊക്കെ കൂട്ടി കഴിക്കാം. ഇവൻ സോസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ കഴിക്കാൻ നല്ലതാണിത്. വേണമെങ്കിൽ അത് കൂട്ടി കഴിക്കുകയും ചെയ്യാം. ആവശ്യത്തിന് എരി എല്ലാം കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴത്തെ മെയിൻ കാര്യം അതിൻ്റെ ഹീറ്റ്. എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എണ്ണ പിടിക്കും, പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അകം ഓൾറെഡി വെന്തതല്ലേ, അപ്പോൾ പിന്നെ പുറം മാത്രം നല്ല മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തീ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. വേറെ ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരാം. ബൈ.